15 വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. നീതൂസ് സ്റ്റഡി അബ്രോഡ്. ഒരു സത്യസന്ധമായ കാര്യം പറയട്ടെ, നീ അതൊക്കെ പറഞ്ഞു തുടങ്ങിയോ? പറഞ്ഞു തുടങ്ങി. ചിലപ്പോഴൊക്കെ ഈ ധ്യാൻ ശ്രീനിവാസനെ ഇത്ര ഉയർത്തിയത് ആരാണെന്ന് അറിയോടാ? ഞാൻ നാളെ ഇവള് ചത്ത് കിടക്കുമ്പോ ഞാൻ എന്റെ കുടുംബത്തോടെ വരും. എന്റെ കുട്ടിയോട് പറയും, ഈ കിടക്കണ ആരാന്നറിയാമോ? അച്ഛൻ ഒരുപാട് വലിയ നിലയിൽ എത്തിച്ച ഈ തള്ളയാന്ന് പറയും. വിവരമുള്ള ഒരു കൊച്ചും കൂടെ ഇന്റർവ്യൂല് വന്നിരിക്കുന്ന അതിന്റെ ടെൻഷൻ. ധ്യാനം എനിക്ക് കുഴപ്പമില്ല, വിവര വിദ്യാഭ്യാസം ഇല്ല, നമുക്കൊരു പ്രശ്നമില്ല. എനിക്കറിയാം നിനക്ക് ബുദ്ധിയില്ലാന്ന്. എനിക്കറിയാം ഞാൻ അപമാനിച്ചിട്ടുണ്ട്. അതിന്റെ മുകളിലും കയറി അതിന്റെ മുകളിലും കയറി നിനക്ക് ഉത്തരം പറയാൻ തോന്നുന്നില്ല. ഞാനൊരു തടലായിട്ട് എടുത്തിട്ടുണ്ട്. പണ്ടൊക്കെ ഞങ്ങൾ ഇന്റർവ്യൂ ഒക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്കില്ലേ ധ്യാന ടെൻഷനാ, ഇന്റർവ്യൂ ഓടുവോ എന്നൊക്കെ ആലോചിച്ചിട്ട്. എന്നിട്ട് എഡിറ്റിൽ വരെ കൂട്ടിരുന്ന ഒരു ധ്യാനം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു പണ്ട് എന്നെ ഇന്റർവ്യൂവിന് വിളിച്ചോണ്ട് പോയി. ഊതറ ഇന്റർവ്യൂ ആയിരുന്നു. ഞാൻ എന്തെന്ന് വെച്ചാൽ അവളെ സഹായിക്കണല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ തന്നെ ചോദ്യങ്ങൾ ഉണ്ടാക്കി ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തോളൂ. കഴിഞ്ഞ ഇന്റർവ്യൂ ചേട്ടൻ ചോദിക്കുന്നുണ്ട്, അതിലും നല്ല ചോദ്യങ്ങൾ ചേട്ടൻ ഇവിടെ ഇരുന്ന് ചോദിക്കുന്നുണ്ട്. അവളുടെ കരിയറിൽ ബ്രേക്ക് ആയിരുന്നു ഇന്റർവ്യൂ. ബ്രേക്ക് ബസ് കാശ് എന്നൊക്കെ പറയൂലേ, ബസ് കാശാണ് എനിക്ക് തന്നത്. നീ ചോക്ലേറ്റ് വാങ്ങിക്കാൻ ചെലവാക്കും ആ പൈസ ഒരു മാസം. ഒരു മാസമല്ല, ഒരു 2 ആഴ്ച. മുഖം മൂടി ഒന്നും കണ്ടാ തിരിച്ചറിയാനുള്ള പ്രായം നിനക്കായിട്ട്. ചേട്ടന്റെ ഏതൊക്കെ സിനിമ തിയേറ്ററിൽ കണ്ടപ്പോഴാണ് ഭയങ്കര സന്തോഷം തോന്നി? ഭയങ്കര ഇഷ്ടമായ വർഷങ്ങൾക്ക് ശേഷം. മറുപടി പറ. അത് ശരിയാ, വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. കാരണം എന്നെ എങ്ങനെയൊക്കെ ആക്കിയെടുത്തത് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു. ആ ഇന്റർവ്യൂന്ന് കിട്ടിയ പൈസയൊക്കെയാണ് ഇവള് MG റോഡില് 5 സെന്റ് സ്ഥലം വാങ്ങിച്ചു. അവളുടെ ഈ ചിരിച്ചിരിക്കുന്ന കണ്ണിന് മുന്നിൽ മണി ഡോളർ അതാണ് അവളുടെ കണ്ണിന്റെ ഉള്ളിൽ. കാണാമോ? കാശ് പണ തൊട്ട് മണി. എന്റെ കൊച്ചിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടു. അപ്പൊ അതിനടിയിൽ വന്നൊരു കമന്റ് ആണ്, അമ്മയുടെ കൂടെ അടുത്ത ധ്യാൻ മാമന്റെ ഇന്റർവ്യൂവിൽ പോകാനുള്ള പ്രാക്ടീസ് ആയിരിക്കുമെന്ന്. These people കൊച്ചുങ്ങളെ ഉണ്ടാക്കുന്നതന്നെ യൂട്യൂബിൽ വേണ്ടിയിട്ടാ. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഞാൻ ആലോചിക്കുന്നത് ഇത് എന്റെ ചാനലിൽ കൂടെ തന്നെ ഞാൻ പബ്ലിഷ് ചെയ്യാനുള്ളതാണല്ലോ. ദൈവമേ, നീ ഒരു അമ്മയായതിനു ശേഷം ശേഷം നീ വളരെ വൈകാരികമായാണ് കാര്യങ്ങളെ സമീപിക്കുന്നതെന്നും നിനക്ക് വളരെ പക്വത വന്നെന്നും ഞാൻ വിചാരിച്ചത് എന്റെ തെറ്റ്. ഈ ഇന്റർവ്യൂവിൽ അവർക്ക് മനസ്സ് കേട്ടോ, അവർക്ക് ചിരിക്കാതിരിക്കണം. നീ ചോദിക്കുന്ന പല ഉത്തരങ്ങളും അവള് ചിരിച്ച് പുച്ഛിച്ച് തള്ളുകയാണ്. അങ്ങനെയല്ല, അങ്ങനെ തള്ളു മോളെ. ഞാനെന്താ പറയാൻ സമ്മതിക്കണം, ഒരു 30 സെക്കൻഡ് നൽകണം. ഹലോ എവരിവൺ, വെൽക്കം ടു ദ ഷോ. അപ്പോൾ കല്യാണമരം സിനിമയുടെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു ധ്യാൻ ശ്രീനിവാസൻ ആൻഡ് ദേവനന്ദ. വെൽക്കം ടു ദ ഷോ. ഒരു സത്യസന്ധമായ കാര്യം പറയട്ടെ, നീ അതൊക്കെ പറഞ്ഞു തുടങ്ങിയോ? പറഞ്ഞു തുടങ്ങി. ചിലപ്പോഴൊക്കെ ഒരു അമ്മയതിനു ശേഷമുള്ള മാറ്റങ്ങളാണ്. ഞാൻ അങ്ങോട്ട് പറയട്ടെ, സത്യം പറഞ്ഞു തുടങ്ങി. ചെറുതായിട്ടൊക്കെ. എന്താണെന്നറിയോ, ഞാനിന്ന് ഭയങ്കര ടെൻഷനില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വിവരമുള്ള ഒരു കൊച്ചും കൂടെ ഇന്റർവ്യൂല് വന്നിരിക്കുന്ന അതിന്റെ ടെൻഷൻ. ഇത് ഞാനും എനിക്ക് കുഴപ്പമില്ല, വിവര വിദ്യാഭ്യാസം ഒന്നും ഇല്ല, നമുക്കൊരു പ്രശ്നമില്ല. ഈ കൊച്ചിന് വിവരമുള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് ടെൻഷനുണ്ട് കൂടുതലായിട്ട്. കണ്ടോ ഇങ്ങനെയൊക്കെ അപ്പൊ ഇതൊക്കെ വേറെ രീതിയിലൊരു ബുള്ളിങ് പോലെ തോന്നുന്നു എന്നോട് എന്തെന്നാ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതൊരു കൈൻഡ് ഓഫ് ബുള്ളിങ് ആണ്. അല്ലല്ല, അവൾക്ക് വിവരം ഉണ്ടെന്ന് പറയുന്നത് അഭിമാനത്തോടു കൂടി ഞാൻ പറയുന്നതാണ്. കുട്ടി എന്നോട് പണ്ടേ പറഞ്ഞിരുന്നു, യൂണിക്കോൺ ഒന്നും അല്ല ഇപ്പൊ ഞങ്ങള് ചിന്തിക്കുന്നത്, ഞങ്ങൾ അതിനും വലിയ ഉയർന്ന രീതിയിലാണോ പറഞ്ഞത്. വല്ല നല്ല കാര്യമുള്ള ഇന്റർവ്യൂലും പറഞ്ഞില്ല. പക്ഷെ ഉണ്ടല്ലോ, ഈ ധ്യാൻ ശ്രീനിവാസനെ ഇത്ര ഉയർത്തിയത് ആരാണെന്ന് അറിയോടാ? ഞാൻ അല്ലെന്ന് ധ്യാൻ പറയട്ടെ. എന്റെ ഈ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് നന്ദിയുള്ള, നാളെ ഇവള് ചത്ത് കിടക്കുമ്പോ ഞാൻ എന്റെ കുടുംബത്തോടെ വരും റീത്ത് വയ്ക്കാൻ. എന്നിട്ട് കരയണം, അവിടെ നിന്ന് കരയണം കേട്ടോ. ഇനി എനിക്ക് ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യാൻ ആരുണ്ടാവും? ഞാൻ എന്റെ കുട്ടിയോട് പറയും, ഈ കിടക്കണ ആരാന്നറിയാമോ? അച്ഛൻ ഒരുപാട് വലിയ നിലയിൽ എത്തിച്ച ഈ തള്ളയാന്ന് പറയും. കാരണം അത്രമാത്രം എന്റെ അച്ഛൻ എനിക്ക് ചെയ്യാത്ത കാര്യങ്ങൾ, എന്റെ അമ്മ എനിക്ക് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത ആരാ? ഈ വീണയാണ്. അതെ, ഈ നിലയിൽ എത്തിച്ചത് ഇവളാണെന്നാണ് ഇവള് പറയണേ. അതെ, ഏത് ഇന്റർവ്യൂ ചോദിച്ചാലും, ഞാൻ എവിടെ ഇന്റർവ്യൂ എടുക്കാൻ ചെന്നാലും മോളെ ഇതിന്റെ ഇത്രേ ഞാൻ അപമാനിച്ചിട്ടുണ്ട്. അതിന്റെ മുകളിലും കയറി അതിന്റെ മുകളിലും കയറി ഉത്തരം പറയാൻ തോന്നുന്നില്ല. ഞാനൊരു തടലായിട്ട് എടുത്തിട്ടുണ്ട്. നീ അമ്മയാണ്,
രാഗ വളർന്നു വരുന്നുണ്ട്. അതൊക്കെ ശരിയാണ്, എല്ലാം ശരിയാണ്, എല്ലാം ഞാൻ സമ്മതിച്ചു. പക്ഷെ അത് ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ്. അങ്ങനെ മോനെ, ഈ ധ്യാൻ ചേട്ടൻ ഞെട്ടിച്ച ഏതെങ്കിലും നിമിഷങ്ങൾ ദേവുവിന്റെ ആ ഒരു സിനിമ സമയത്ത് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. നിങ്ങളോടല്ല, ഞാൻ ദേവുവിനെ ഞെട്ടിക്കാൻ നോക്കിയിട്ടില്ല. അതെന്താ? പക്ഷെ ദേവ് സ്വയം ഞെട്ടിയിട്ടുണ്ടാവും. ഇല്ല. അങ്ങനെ ഞെട്ടൽ ദേവുവിന്റെ മുഖത്ത് അങ്ങനെ വലിയ ഞെട്ടലല്ല. അത് ഞാൻ ഞെട്ടിയ കാര്യം എന്ന് പറഞ്ഞാൽ ചേട്ടൻ എപ്പോഴും ഇന്റർവ്യൂല് ഭയങ്കര ഫണ്ണിയാ, പക്ഷെ വർക്ക് ചെയ്തപ്പോ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള അതാണ് ഞാൻ ആകെ അതാണ് ഞാൻ ആകെ ഞെട്ടിയത്. അല്ലാതെ ആക്ടിങ് കണ്ടിട്ട് ഞാൻ ചേട്ടന്റെ മൂവീസ് ഒക്കെ കണ്ടിട്ടുള്ളതാണ്. ഞാൻ ഭയങ്കര അത് ഞാൻ അഡ്മയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ പിന്നെ സന്തോഷമുണ്ട്. പക്ഷെ അത് തിയേറ്ററിൽ കണ്ടിട്ട് പിന്നെ വന്നിട്ട് ഞെട്ടണം. നീ എന്നെ പറ്റി നല്ലത് പറഞ്ഞാലോ അവർക്ക് ഇഷ്ടപ്പെടില്ല. എന്നെ പറ്റി എന്താ കുറ്റം പറഞ്ഞാലും അങ്ങനെയല്ല. ഞാൻ അവളോട് രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം. ചേട്ടന്റെ ഏതൊക്കെ സിനിമ തിയേറ്ററിൽ കണ്ടപ്പോഴാണ് മോൾക്ക് ഭയങ്കര സന്തോഷം തോന്നി? എനിക്ക് ഭയങ്കര ഇഷ്ടമായത് വർഷങ്ങൾക്ക് ശേഷം. അതിനെന്താ മറുപടി പറ. അത് ശരിയാ, വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. കാരണം എന്നെ എങ്ങനെയൊക്കെ ആക്കിയെടുത്തത് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു. കാരണം അറിയാം, നല്ല പൈസ വന്നു. അതിലൊരു ഇന്റർവ്യൂ എടുത്തായിരുന്നു. ഞാനും ബേസിലും എന്റെ ചേട്ടനും പിന്നെ വിശാഖും കൂടെ ഇന്റർവ്യൂ എടുത്തു. ആ ഇന്റർവ്യൂന്ന് കിട്ടിയ പൈസക്കാണ് ഇവള് MG റോഡില് 5 സെന്റ് സ്ഥലം വാങ്ങിച്ചു. 1 ഏക്കർ സ്ഥലവും ചീമാട്ടീന്റെ അപ്പുറത്തുള്ള അവിടെ ഇപ്പൊ ഹോട്ടൽ പണിയാ. ആ ഇന്റർവ്യൂന്ന് കിട്ടിയ പൈസ. അതെ അതെ, ബാക്കിയുള്ളത് ഞാൻ FD ഇട്ടിട്ടുണ്ട്. അത്രയും ഉണ്ടായിരുന്നു. ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ നിൽക്കുക. അതെ, ധ്യാനം വെച്ചിട്ട്. ഓ, അങ്ങ് അപമാനം. ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, ധ്യാനെ ദേവനന്ദൻ ഞെട്ടിച്ച നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഓരോ നിമിഷവും ഞാൻ കണ്ട ഓരോ നിമിഷവും ഇത് തന്നെയായിരുന്നു. കാരണം ഞങ്ങൾ രണ്ടുപേരും കണ്ടപ്പോ തന്നെ ഞങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. തെറ്റിദ്ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാല് ദേവ് വിചാരിച്ച ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ആളാണെന്നും ഞാൻ വിചാരിച്ച ദേവ് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ആളാണെന്നും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിക്കുമ്പോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ നമുക്ക് അങ്ങനെ തെറ്റിദ്ധാരണ ഇല്ല. എനിക്കറിയാം നിനക്ക് ബുദ്ധിയില്ലാന്നും. നിനക്കറിയാം ഞാൻ ബുദ്ധിമാനാണെന്നും. പക്ഷെ മണ്ടനായ നിന്നോട് ഞാൻ ഇങ്ങനെയൊക്കെ ഡീൽ ചെയ്യുന്നത് നിനക്കറിയാം. ഇതങ്ങനെ ആയിരുന്നില്ല. ഇതെന്ന് വെച്ചാൽ ദേവ് വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് എന്നോട് അപ്രോച്ച് ചെയ്ത്. ഓരോരാളുടെ അപ്രോച്ചിനനുസരിച്ച് ഇരിക്കും വീണ നീ ചോദിക്കുന്ന പല ഉത്തരങ്ങളും അവള് ചിരിച്ച് പുച്ഛിച്ച് തള്ളുകയാണ്. അങ്ങനെയല്ല, അങ്ങനെ തള്ളു മോളെ, പുച്ഛിക്ക്. അഭിപ്രായം പുച്ഛിക്കണം, പുച്ഛിച്ച് തള്ളു. ഇതിനൊക്കെ she's trying to make money out of this content. You know that smile, no, it's a fake smile. പ്രൊഡ്യൂസർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവളുടെ ഈ ചിരിച്ചിരിക്കുന്ന കണ്ണിന് മുന്നിൽ മണി ഡോളർ യൂട്യൂബ് കണ്ടന്റ്, അതാണ് അവളുടെ കണ്ടന്റ് ഉള്ളത്. കാണാമോ? മണി മൈൻഡഡ് പേഴ്സൺ. ഇത് നമ്മളെ വിറ്റ് എങ്ങനെയൊക്കെ കാശുണ്ടാക്കണം, കള്ളച്ചിരി, നമ്മളെ പറ്റിക്കുക. നിന്നെ വിളിച്ചിട്ട് ഒരു ക്രൂരയായ മറ്റേ എനിക്ക് തന്നെ എന്നെ കുറിച്ച് കേട്ടിട്ട് ഭയങ്കര പേടിയാണ്. അങ്ങനെ മറ്റുള്ളവരുടെ വിഷമവും വേദനയും വിറ്റ് കാശാക്കരുത്. ഇല്ല, അങ്ങനെ നീ ചെയ്തിട്ടുണ്ട്. നീ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊരു ഇതായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല. അവൾ നിന്നെ കുറ്റപ്പെടുത്തി എന്റെ കൂടെ നീ മാത്രമേ നിന്നുള്ളൂ കേട്ടോ. വെരി ഗുഡ്. നീ പറ ബാക്കി. ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞോട്ടെ. നീ ഒരു അമ്മയായതിനു ശേഷം നീ വളരെ വൈകാരികമായാണ് കാര്യങ്ങളെ സമീപിക്കുന്നതെന്നും നിനക്ക് വളരെ പക്വത വന്നെന്നും ഞാൻ വിചാരിച്ചത് എന്റെ തെറ്റ്. എങ്കിൽ അങ്ങോട്ട് ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, കുഞ്ഞിനിപ്പോ 6-7 വയസ്സൊക്കെ ആയില്ലേ, അച്ഛനായതിനു ശേഷം എന്താണ് പക്വത വന്നത്? ധ്യാനിന് പക്വത വന്നു. എന്താ വന്നത്? ഇതുപോലുള്ള നിന്നെ പോലുള്ള ആൾക്കാരെ എങ്ങനെ ശരിക്കും എന്താണ് പക്വത വന്നത്? ശരിക്കും ഒരു പക്വത വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധിക കാലം കൂടെ ആ കുഞ്ഞിന് വേണ്ടി ജീവിക്കണം എന്നുള്ളൊരു തോന്നൽ വന്നു. അത് ഞാൻ നിന്നോട് പറയുകയും ചെയ്തു. കഴിഞ്ഞ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നന്നായി നമ്മുടെ ശരീരവും ആരോഗ്യമൊക്കെ നോക്കിക്കഴിഞ്ഞാലേ അവർക്ക് നമ്മൾ വെച്ചാൽ നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണ്ടേ. എന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ നന്നായി ജോലി ചെയ്യണം. ഞാൻ കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു. നമ്മൾ പക്ഷെ നന്നായിട്ട് ആരോഗ്യം നോക്കണം. അതെന്താ ചെയ്യുന്നേ? ഫിറ്റല്ലേ? ഇനി ഞാൻ ബോഡി ഷെയിം ചെയ്യുന്നും കൂടെ പറയും, അതുകൊണ്ട് പറയുന്നില്ല. ഇപ്പൊ എന്നെ കണ്ടു കഴിഞ്ഞാൽ തോന്നും
ചില ആൾക്കാർ ശരീരപ്രകൃതി, ചിലർ വണ്ണം വെക്കും, മെലിഞ്ഞിരിക്കും, പക്ഷെ അവർ ഫിറ്റ് അല്ല. ഇപ്പൊ അവളെ ശരീരം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഭയങ്കര ഫിറ്റ് ആണെന്ന്. ചിലപ്പോ അടുത്ത ആഴ്ചയൊക്കെ ചിലപ്പോൾ തട്ടിപ്പോവും. എന്റെ പൊന്നേ, വഴി കൂടെ പോകുന്ന ഞാൻ. നമ്മളെ പുറമേ ഉള്ള നമ്മുടെ ഇതായിട്ടുള്ള വെച്ചിട്ടല്ല നമ്മൾ ജഡ്ജ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഞാൻ ഭയങ്കര ഫിറ്റ് ആണ്. എങ്ങനെ ഫിറ്റ് ആണെന്ന് ഉദ്ദേശിച്ചത്? മെന്റലി ആൻഡ് ഫിസിക്കലി ഫിറ്റ്. ഇപ്പൊ നേരത്തെ ചിരിച്ചിട്ട് നെഞ്ചുവേന വന്നില്ലേ? ഇന്റർവ്യൂല് ചിരിച്ച് 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 ഈ ഇന്റർവ്യൂവിൽ അവർക്ക് മനസ്സ് കേട്ടോ, അവൾക്ക് ചിരിക്കാതിരിക്കണം അതല്ല അവള് പറയാം. അവർക്ക് മനസ്സ് തുറന്ന് ഈ ഇന്റർവ്യൂവിൽ അവർക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം യു ആർ സോ ടോക്സിക് വീണാണ് അവള് പറഞ്ഞത്. എനിക്ക് കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഇരുന്ന് ചിരിച്ചിരിച്ചിട്ട് നെഞ്ചുവേന വന്നിട്ട് ഞാൻ ഈ ഇന്റർവ്യൂവിൽ ചിരി കുറച്ചത്. അതുകൊണ്ട് നീ അതിനെ ചിരിപ്പിക്കണ്ടെന്നാണ് അവള് പറഞ്ഞത്. അത്രേ ഉള്ളൂ. അവിടെ ഞാൻ ഒട്ടും ചിരിപ്പിക്കുന്നില്ല. എന്തായാലും ഇങ്ങനെ പല പല വൈബുകളിലുള്ള ഞാൻ എങ്ങനെ എല്ലാ വൈബും ഒരുപോലെ മാനേജ് ചെയ്യുന്നത്? ഈ കുഞ്ഞിന്റെ വൈബും പിടിക്കും, ഇതിലെ മുതിർന്ന മീര വസുദേവന്റെ ആ വൈബും പിടിക്കും. എല്ലാവരുമായിട്ടും ഇങ്ങനെ വൈബ് മാച്ച് ചെയ്ത് പോകുന്ന എങ്ങനെയാ? നമ്മൾ പല ആൾക്കാരെയും കാണുമല്ലോ. നിന്റെ വൈബും ഞാൻ മാച്ച് ചെയ്യാറില്ല. ഡബിൾ ട്രിപ്പിൾ ടൈംസ്. അതൊരു എന്താ പറയണ്ടേ, നമ്മൾ അവരൊപ്പം തന്നെ നിൽക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അവളുടെ ചെറിയ കുഞ്ഞു കുഞ്ഞു ആഗ്രഹം. കഴിഞ്ഞ ഇന്റർവ്യൂവിൽ അവൾ ഒരുപാട് തുറന്ന് സംസാരിക്കുകയുണ്ടായി അല്ലേ, സ്വപ്നങ്ങളെ കുറിച്ച്, അവളുടെ ആഗ്രഹങ്ങളെ കുറിച്ച്. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് വരെ ആക്ച്വലി എന്ന് വെച്ചാൽ നമ്മൾ പുതിയ ജനറേഷനുമായിട്ട് ആൾക്കാരുമായിട്ട് അഡാപ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ അവരുടെ കൂടെ നിൽക്കുമ്പോഴും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അസിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. ഞാൻ ഒരു 35-40 വയസ്സിന് മുകളിലുള്ള ആൾക്കാരുമായിട്ട് ആക്ച്വലി ഡിസ്കഷനോ ബ്രെയിൻ സ്റ്റോമിങ്ങിന് പോലും ഇരിക്കില്ല. ഞാൻ ഇരിക്കുന്ന എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ തന്നെ 20-25 വയസ്സുള്ള പിള്ളേരാണ്. ഓക്കെ, 20-25. എന്നാലും മാത്രമേ നമുക്ക് എന്തെങ്കിലും കൈൻഡ് ഓഫ് അപ്ഡേഷൻ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇല്ലേ എനിക്ക് പ്രായം, ഞാൻ പറഞ്ഞ മാനസികമായിട്ട് എനിക്ക് പ്രായമായിപ്പോ. അല്ലല്ല, അപ്പൊ നാളെ നീ വളർന്നു വരുമ്പോഴും യു ഷുഡ് അസോസിയേറ്റ് വിത്ത് പീപ്പിൾ, വിത്ത് യങ് പീപ്പിൾ, സോ ദാറ്റ് യു ഫീൽ യങ് ഇൻസൈഡ്. ഇതുപോലത്തെ ആൾക്കാരെയൊക്കെ നമ്മളില്ലേ, നമ്മളിപ്പോ ഇവരൊക്കെ നമ്മളെ വിളിക്കും, ഫോൺ വിളിക്കും, ശല്യം ചെയ്യും. ഇവരൊക്കെ നമ്മളല്ലേ വളരെ ഗ്രേസ്ഫുള്ളി അവോയ്ഡ് ചെയ്ത് കളയണം. We don't need such people in our life. They mean nothing to us. No productivity, no creativity, just bullshit. അല്ല, ഞാൻ ആലോചിക്കുന്നത് ഇത് എന്റെ ചാനലിൽ കൂടെ തന്നെ ഞാൻ പബ്ലിഷ് ചെയ്യാനുള്ളതാണല്ലോ. ദൈവമേ, ഇത് ഏത് വൈബും പിടിക്കുക എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് അത്തരം വൈബ് പിടിക്കുമ്പോ നമ്മൾ ഉള്ളുകൊണ്ടും മനസ്സുകൊണ്ടും നമ്മൾ ചെറുപ്പമാവും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് അവളുടെ എനർജിയാണ് അവളുടെ, ഐ എം ടേക്കിംഗ് ഹെർ എനർജി, ദാറ്റ് മേക്സ് മീ യുനോ. അതുകൊണ്ട് ദേവനന്ദ സെറ്റിൽ എവിടെയും സംസാരിച്ചില്ല എന്ന് തൊട്ട് മുന്നേ ജോലി നമ്മൾ അങ്ങനെയല്ലല്ലോ. ഞാൻ വിചാരിച്ചു ഭയങ്കര സീരിയസ് ആയിരിക്കും, പക്ഷെ ഇപ്പൊ ഇന്റർവ്യൂവിന് വന്നപ്പോ ആ തെറ്റിദ്ധാരണകളെല്ലാം മാറി. പ്രൊഫഷണൽ ആണ്, പക്ഷെ ആളുടെ കൂടെ ഇരിക്കുമ്പോൾ ഭയങ്കര നമുക്ക് എൻജോയ് ചെയ്ത് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റും. ആണ്. ഈ ധ്യാൻ ചേട്ടനാണ് സിനിമയിൽ ഒരു പ്രധാന റോള് ചെയ്യുന്നത് എന്നൊക്കെ റൈറ്റർ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്തായിരുന്നു മനസ്സിലൂടെ പോയത്? ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ചേട്ടന്റെ വർക്ക്സ് കണ്ടിട്ടപ്പോ ഇത്രയും ഒരു പ്രൊഫഷണൽ ആക്ടറിന്റെ കൂടെ ഒരു മൂവിയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് ഒരു ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്നു. സെറ്റ് വന്നിട്ടാണെങ്കിലും കുറച്ച് ദിവസമേ കിട്ടുള്ളൂ, പക്ഷെ അതൊക്കെ ഭയങ്കര വാല്യുബിൾ മൊമെന്റ്സ് ആയിരുന്നു. അതിൽ ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ധ്യാൻ ചേട്ടൻ്റെ കൂടെ ഒരു മൂവി ചെയ്യാൻ പറ്റി. അത് ഒരു നല്ലൊരു മൂവിയാണ്. കാരണം ആ 2 ക്യാരക്ടേഴ്സ് തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ട്. അപ്പൊ അതെല്ലാവർക്കും ഓഡിയൻസിനും ഇഷ്ടമാകും എന്ന് പ്രതീക്ഷ. ഈ കല്യാണ മരം എന്ന് പേരിട്ട് എന്താന്ന് ധ്യാൻ എപ്പോഴെങ്കിലും ചോദിച്ചായിരുന്നോ? അല്ല, അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. ഓ, അങ്ങനെയായിരുന്നല്ലേ. അത് എന്താണ് ആ ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ട് ഞാനത് ചോദിക്കേണ്ടി വന്നില്ല. സത്യസന്ധമായി പറഞ്ഞ ഈ കഥ വായിച്ചിട്ട് ആയിരുന്നോ സിനിമയിലേക്ക് അഭിനയിക്കാൻ തുടങ്ങിയത്? ഒരിക്കലുമല്ല, ഞാൻ കഥയൊന്നും വായിക്കാറില്ല. എന്നോട് കഥ പറഞ്ഞു തന്നു എന്ന് വെച്ചാൽ തുടക്കം മുതൽ ഒടുക്കം വരെ എന്നോട് എനിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഇതിന്റെ കഥ പറഞ്ഞു തന്നു. പൊതുവേ ഞാൻ അങ്ങനെ സ്ക്രിപ്റ്റ് ചോദിക്കാറുമില്ല. ചിലവർ നിർബന്ധിച്ച് എന്നെ വായിപ്പിച്ച് കേൾപ്പിക്കുന്നവർ ഉണ്ട്, അവർ മാത്രം കേൾക്കും. കേട്ടോ, ഇത്രയും സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്ന മറ്റൊരാളെ എനിക്കറിയില്ല, പ്രത്യേകിച്ച് സിനിമ സംബന്ധമായ കാര്യങ്ങൾ. ആ കാര്യത്തിൽ സിനിമ സംബന്ധമാക്കിയ എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് സത്യം പോലെയല്ലേ പറഞ്ഞിട്ടുള്ളൂ. ശരിയായിട്ടോ, ഞാനിപ്പോ ആലോചിച്ചപ്പോ അതും കറക്റ്റ്. ഇനി അടുത്ത ചോദ്യം ആലോചിക്കുന്നു. അതെ, അവൾ എന്താ ചിന്തിക്കുന്ന പോലെ എനിക്ക് പറയാൻ പറ്റും. ആലോചിക്കുക, അടുത്ത ചോദ്യം എന്ത് ചോദിക്കണം എന്ന് ആലോചിക്കുക. അവിടെ കണ്ട് ഉരുണ്ടും ഈ ദേവനന്ദ എന്ന് പറഞ്ഞാൽ ധ്യാന്റെ മകളുടെ പ്രായമല്ലേ ഉള്ളൂ. അപ്പൊ അല്ല, ഷീ ഈസ് 12 years old. അതെന്നാലും ഏകദേശം അതാണല്ലോ. അപ്പൊ എവിടെയെങ്കിലും ഒക്കെ സ്വന്തം മകളെ ഓർമ്മ വന്നിരുന്നോ സെറ്റിൽ വെച്ചിട്ട്? അതിപ്പോ
ചോദിച്ചാൽ, കാരണം ഞങ്ങൾ കുറച്ച് ദിവസമേ കിട്ടിയുള്ളൂ. പക്ഷെ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന കാര്യം ഈടെയായിട്ട് ജെൻ ആൽഫ അല്ലേ, ആൽഫ ജെൻ ആൽഫ, അതാണ് ഇവരുടെ ജനറേഷൻ. അപ്പൊ ഇവരുടെ ജനറേഷൻ ആൾക്കാര് പല കാര്യങ്ങളോടുള്ള ഇവർക്ക് ലോജിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലോജിക് ഇൻ ദ സെൻസ് ഇതെന്തുകൊണ്ട് അതിന് നമ്മൾ അവരുടെ ക്വറീസിനെ ഒക്കെ നമ്മൾ ആക്ച്വലി, നിനക്കും ഒരു മകൾ ആണ് അല്ലേ, മോളല്ലേ, 6 മാസം, അവള് നിന്നോട് ഇതിനപ്പുറത്തെ ചോദ്യം ചോദിക്കും. അവൾ നിന്നോട് ചോദിക്കും, അമ്മ എന്തിനാണ് ഈ അമ്മക്ക് നാണമില്ലേ അമ്മേ എന്ന് ഒരു ദിവസം അവള് ചോദിക്കും. ഇടയിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ കൊച്ചിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫോട്ടോ ഇപ്പോഴേ ചോദിച്ചു തുടങ്ങിയതാണോ 6 മാസമുള്ള കുട്ടി? എന്റെ കൊച്ചിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടു. അപ്പൊ അതിനടിയിൽ വന്നൊരു കമന്റ് ആണ്. ആ കമന്റ് വായിച്ച് തെറി പറഞ്ഞു. ഞാനത് പറയാൻ സമ്മതിക്കണം, ഒരു 30 സെക്കൻഡ് നൽകണം. അമ്മയുടെ കൂടെ അടുത്ത ധ്യാൻ മാമന്റെ ഇന്റർവ്യൂവിൽ പോകാനുള്ള പ്രാക്ടീസ് ആയിരിക്കുമെന്ന് എന്താണ് എനിക്ക് കമന്റ് വന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ കമന്റ് ഇത്ര കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുന്നത്. അമ്മയുടെ കൂടെ ധ്യാൻ മാമന്റെ പ്രാക്ടീസ് ആയിരിക്കും. പക്ഷെ ഞാൻ നിന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ആ കൊച്ചിനെ വിറ്റ് കാശാക്കരുത്. എന്റെ മോനെ, അതല്ല, ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. കൊച്ചിനെ വിറ്റ് കാശാക്കുകയല്ല, ഞാൻ പറയട്ടെ, കൊച്ചിനെ വിറ്റ് കാശാക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. കൊച്ചിന്റെ നല്ല നല്ല മൊമെന്റ്. പക്ഷെ നീ എനിക്ക് വാക്ക് തന്നു, പക്ഷെ നീ അത് പാലിച്ചില്ല. പിന്നെ ഞാൻ അങ്ങനെ വാക്ക് തന്നില്ലായിരുന്നു. കാരണം എന്താ അറിയാമോ, ദിസ് ജനറേഷൻ ദേവനന്ദ, ദീസ് പീപ്പിൾ കൊച്ചുങ്ങളെ ഉണ്ടാക്കുന്നതന്നെ യൂട്യൂബിൽ വേണ്ടിയിട്ടാ. യൂട്യൂബ് ബേബീസ്. ഇത് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് കാണുന്ന എന്റെ കൊച്ചിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോക്കെ. ഞാൻ അങ്ങനെയല്ല ഇന്റർവ്യൂ കിട്ടുന്നത്, ഞാൻ അങ്ങനെയല്ല കൊച്ചിനെ കാണിച്ചത്. ഞാൻ അന്ന് പറഞ്ഞ കാര്യം അറിയാമോ, നിങ്ങൾ നശിപ്പിക്കുന്ന ആ കുട്ടിയുടെ പ്രൈവസിയാണ്. വിത്തൗട്ട് ദാറ്റ് പേഴ്സൺസ് കൺസെന്റ് നിങ്ങൾ എങ്ങനെയാണ് വീണ അത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ എത്ര കാലം നമുക്ക് രഹസ്യമാക്കി വെക്കാൻ പറ്റും? കുഞ്ഞും അറിയട്ടെ ലോകം എങ്ങനെയാണെന്നൊക്കെ, കൊച്ചും അറിയട്ടെ. കൊച്ചൊക്കെ പറയുന്നുണ്ട്, കൊച്ചിനെ കാണാലോ. കൊച്ചുടെ ആ പ്രൈവസി കളഞ്ഞതിന് നീ ഉത്തരം പറയേണ്ടി വരും. ജെൻ ആൽഫയുള്ള മോളുടെ അഭിപ്രായം എന്താ? ദാറ്റ്സ് ബാഡ്, റൈറ്റ് ഓർ റോങ്? അതിപ്പോ എല്ലാ പാരന്റ്സും അവരുടെ കുട്ടികളുടെ ഫോട്ടോസ് ഇടുന്നുണ്ട്. എനിക്കറിയില്ല ചേച്ചി അതില് ബിസിനസ് കാണുന്നുണ്ടോ ഇല്ലയോന്ന് എനിക്കറിയത്തില്ല. എനിക്കറിയാം. അത് ആ കുട്ടിക്ക് വലുതാകുമ്പോ എന്ത് തോന്നുന്നു അതനുസരിച്ച് കുട്ടി മുന്നോട്ട് പോകും. കേസ് കൊടുക്കണോ വേണ്ടിയോ കുട്ടി തീരുമാനിക്കൂ. തോന്നിയ കുട്ടി കൊടുക്കും, അല്ലെങ്കിൽ കുട്ടിക്ക് തോന്നുകയാണ് എന്റെ അമ്മ എന്റെ മൊമെന്റ്സ് ഇട്ടു, അത് കുഴപ്പമില്ല തോന്നിയ കുഴപ്പമില്ല, കുഴപ്പമില്ല തോന്നിയ കുഴപ്പമില്ല. ക്ലിയർ ആൻസേഴ്സ് ടു എവറിത്തിങ്. നിന്റെ കണ്ണ് നിറഞ്ഞു നീ ഇത് നിർത്തണം വേണം എന്റെ അഭിപ്രായം. എന്തിനാ ഈ ഇന്റർവ്യൂ പരിപാടി വീഡിയോ ഇടുന്നത്? അതിന് ഞാൻ എതിരാണ് പറയുള്ളൂ. ഞാൻ വളരെ അപൂർവമായിട്ടുള്ള ചെറിയ ചെറിയ മൊമെന്റുകൾ മാത്രം. ഫോട്ടോ വീഡിയോ ഇടുന്നതിലും ഗുണമുണ്ട്. എന്റെ ഫോട്ടോ അല്ല, എന്റെ ഫോട്ടോ അച്ഛൻ ഫേസ്ബുക്കിൽ ഇട്ടപ്പോഴാണ് അച്ഛന്റെ ഒരു ഫ്രണ്ട് കണ്ടിട്ട് എന്നെ മൂവിയിലേക്ക് വിളിച്ചത്. കേക്ക്. അപ്പൊ ഏതായാലും കല്യാണമരം എന്ന് പറയുന്ന പുതിയൊരു സിനിമ, ധ്യാന്റെ ഓരോ സിനിമകൾ ഇറങ്ങുമ്പോൾ ധ്യാൻ എപ്പോഴെങ്കിലും ടെൻഷൻ ഉണ്ടാവാറുണ്ടോ എന്ന് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്. ഈ സിനിമയ്ക്കും എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? അല്ല, ടെൻഷന്റെ ആവശ്യം എന്താണ്? ഇപ്പൊ സിനിമ ഇഷ്ടപ്പെട്ടാണ്, അവരൊരു കഥ കേട്ടു, ഇവരൊക്കെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമ ചെയ്യുന്നു. ആ സിനിമ വളരെ ഹാപ്പി ആയിട്ട് ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി തിയേറ്ററിൽ എത്തുന്ന സമയത്ത് ടെൻഷന്റെ ആവശ്യമില്ലല്ലോ. സന്തോഷകരമായിട്ട് ഒരു സിനിമ ചെയ്തു, ആ സിനിമ നന്നായി വന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നെ ഞാൻ ടെൻഷൻ അടിക്കണേ? അപ്പൊ അങ്ങനെ ഒരു ടെൻഷനേ ഇല്ല. എനിക്ക് പൊതുവേ ടെൻഷൻ ഉണ്ടാവാറില്ല. സിനിമ പിന്നെ സക്സസും ഫെയിലിയറും, ഞാൻ ഡയറക്റ്റ് ചെയ്ത സിനിമ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്റെ ചേട്ടൻ ചെയ്തതായിക്കോട്ടെ, ഇവരെ സിനിമ ഞാൻ ഇതുവരെ ആരും ടെൻഷൻ അടിച്ചിട്ട് സിനിമ, അവരൊക്കെ ഒരു ഓക്കെ, ഇപ്പൊ സിനിമ പോയി കഴിഞ്ഞാൽ അടുത്ത സിനിമ ചെയ്യും, അടുത്ത സിനിമയിൽ ആ പൈസ തിരിച്ചു പിടിക്കും ചിന്തിക്കും. അത്രേ ഉള്ളൂ അല്ലേ? ഇങ്ങനെയൊക്കെ പറയുമ്പോഴല്ലേ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള അങ്ങനെ ഒരു ധ്യാൻ ചേട്ടനിലും വളരെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ധ്യാൻ ചേട്ടൻ ഉണ്ടായിരുന്നു. അത് മോള് കണ്ടായിരുന്നോ? ഇമോഷണൽ ആയിട്ടുള്ള സൈഡൊക്കെ എങ്ങനെയാ കാണാൻ പറ്റുക? കുറച്ച് ദിവസം കിട്ടിയുള്ളൂ, അതുകൊണ്ട് അത്ര ഇമോഷണൽ സൈഡ്സ് കാണാൻ പറ്റിയില്ല. കൂടുതലും ആ ഒരു പ്രൊഫഷണൽ സൈഡ്, കാരണം വർക്കായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു ഇതിലായിരുന്നു. ഷൂട്ടിന്റെ സമയത്ത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ലായിരുന്നു സെന്റിമെന്റൽ ആകാൻ. ഇപ്പോഴാണെങ്കിലും നമ്മളെല്ലാരും എൻജോയ് ചെയ്തിരിക്കുന്നു, അപ്പൊ സെന്റിമെന്റൽ സൈഡ് കണ്ടിട്ടില്ല. പണ്ടൊക്കെ ഞങ്ങൾ ഇന്റർവ്യൂ ഒക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്കില്ലേ ധ്യാന ടെൻഷനാ, ഇന്റർവ്യൂ ഓടുവോ എന്നൊക്കെ ആലോചിച്ചിട്ട് അന്നേരം എഡിറ്റിൽ വരെ കൂട്ടിരുന്ന ഒരു ധ്യാനം ഉണ്ടായിരുന്നു. ഇപ്പൊ അതുകൊണ്ടൊന്നുമല്ല മോളെ, ഇവിടെ ഒരു പണ്ട് എന്നെ ഇന്റർവ്യൂവിന് വിളിച്ചോണ്ട് പോയി, പൂതറ ഇന്റർവ്യൂ ആയിരുന്നു. അത് ഞാനല്ല പ്രൊഡ്യൂസ് ചെയ്തത്, വേറെ ആരോ. ആ ഇന്റർവ്യൂവിന് ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് പോയപ്പോ ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ സഹായിക്കണല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ തന്നെ ചോദ്യങ്ങൾ ഉണ്ടാക്കി ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തോളൂ. കഴിഞ്ഞ ഇന്റർവ്യൂ ചേട്ടൻ ചോദിക്കുന്നുണ്ട്, അതിലും
നല്ല ചോദ്യങ്ങൾ ചേട്ടൻ ഇവിടെ ഇരുന്ന് ചോദിക്കുന്നുണ്ട്. രണ്ട് ചേട്ടന്മാര് രണ്ട് സൈഡിൽ ഇരുന്ന് ചോദിക്കുന്നുണ്ട്. കാരണം അവള് പാളി പോകുന്ന സമയത്ത് ഞാൻ അവളെ സഹായിച്ചോ, അത് സഹായിച്ചു. സഹായിച്ചിട്ട് ഞാൻ അതിന്റെ എഡിറ്റിൽ ഉൾപ്പെടെ, കാരണം അത് പാളിപ്പോയനെ. അവളുടെ കരിയറിൽ ബ്രേക്ക് ആയിരുന്നു ഇന്റർവ്യൂ, ബ്രേക്ക്. കാരണം ആ ചാനലും നിന്നുപോയി. പിന്നെ പക്ഷെ ആ ഇന്റർവ്യൂ വലിയ വിജയമായിരുന്നു. ആ ഇന്റർവ്യൂ ഞാൻ പുലർച്ച എത്ര മണിക്കാ? 2 മണിക്ക്. ഞാൻ 9 എനിക്ക് തൊടുപുഴ ഷൂട്ട് ഉണ്ടായിരുന്നു, ഇവക്ക് വേണ്ടി മാത്രം. പൈസ വാങ്ങിച്ചിട്ടല്ലോടാ, പൈസ വാങ്ങിച്ചിട്ടേ ഇല്ല. പൈസ വാങ്ങിച്ചോ? ഞാൻ ആ ഇന്റർവ്യൂവിന് ഇവര് പോകുന്ന സമയത്ത് ഇവരെന്നോട് പറഞ്ഞു, ഇനി അതിന്റെ കണക്കും കൂടെ പറഞ്ഞുതരാം. എത്ര പൈസ ഇവരുണ്ടാക്കിയെന്ന് അറിയാമോ? എത്ര ഒരു 10-18 സ്പോൺസർമാരെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ എന്നോട് പോകുമ്പോ ഇത് പുറത്ത് പറയാൻ ഫുൾ തട്ടിപ്പ് ഇവര് കാണിച്ചു. എന്നിട്ട് ഞാൻ ഇരുന്നിട്ട് എഡിറ്റ് ഫുൾ രാത്രി ഞാൻ 9:30 കഴിഞ്ഞിട്ട് 10-11 മണിക്ക് വന്ന് ഞാൻ 2 മണി 3-4 മണി വരെ ഞാൻ ഷൂട്ട് ചെയ്തു പുലർച്ചയ്ക്ക്. ഒരു അര ദിവസം പോയിട്ട് ഇവള് ഈ പറയുന്ന പൈസ എന്നറിയാമോ? നീ ചോക്ലേറ്റ് വാങ്ങിക്കാൻ ചെലവാക്കും ആ പൈസ ഒരു മാസം. ഒരു മാസമല്ല, ഒരു 2 ആഴ്ച. അത്രയും ചെറിയ ബസ് കാശ് എന്നൊക്കെ പറയൂലേ, ബസ് കാശാണ് എനിക്ക് തന്നത്. അത് ഇവരല്ലേ പോകുമ്പോല്ലേ എന്നുവെച്ചാൽ ഇങ്ങനെ എടുത്തിട്ട് തരില്ലേ, അത്രയും അങ്ങനെ ഒരു കാശ് ആലോചിച്ചു. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലേ? എവിടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ ഇവളിത് ഇപ്പൊ പറയോ? അവൾ എത്ര ഉണ്ടാക്കാറിയാമോ? കോടികൾ ഉണ്ടാക്കിയവള്, കോടികൾ. അതുകൊണ്ടാണല്ലോ ഞാൻ ബാക്കി FD ഒക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതൊക്കെ എന്തിനാണ് ഈ കുട്ടി മോളോട് പറയുന്നത്? ഇതൊക്കെ വല്ല കാര്യമുണ്ട് ഇതൊക്കെ ഇപ്പൊ ഇവിടെ അപ്പോഴും ഞാൻ 4 മണി വരെ ഇരുന്നോ. പിറ്റേ ദിവസം 6 മണിക്ക് എനിക്ക് ഷൂട്ടുണ്ട്. അവൾ എന്നിട്ട് കടന്ന് ഉറങ്ങി വീട്ടിൽ പോയിട്ട്. ആ ഇന്റർവ്യൂ പൊളിഞ്ഞു പോയ ഇന്റർവ്യൂ. പക്ഷെ ഞാനും ഒരു ഇന്റർവ്യൂ പൊളിഞ്ഞു പോയിട്ടില്ലടാ. അങ്ങനെ ഒരു സത്യമുണ്ട്. ഇതിനെ കുറിച്ച് എനിക്ക് പേടിയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇരുന്ന് എന്നെ തെറി വിളിക്കലാണല്ലോ മെയിൻ. ഇതൊക്കെ കട്ട് ചെയ്ത് കളയാവുള്ളൂ. ഭയങ്കര ബുദ്ധിമതിയാ. കല്യാണം വരെ എന്ന് പറയുന്ന സിനിമ ചൂസ് ചെയ്യാനായിട്ട് ദേവുന് തോന്നിയ ഒരു കാരണം എന്താണ്? ഞാനല്ല മൂവീസ് ചൂസ് ചെയ്യാറുള്ളത്, അച്ഛനും അമ്മയാണ് കഥ കേൾക്കാറുള്ളത്. അവർക്ക് ഇഷ്ടമായ ചൂസ് ചെയ്യും. എന്റെ അടുത്ത് 1 ലൈനേ പറഞ്ഞു തരാറുള്ളൂ. ഞാൻ സ്ക്രിപ്റ്റ് വായിക്കാറില്ല, അറിയത്തില്ല. ഞാനും അതുപോലെ. പക്ഷെ എന്റെ കേസിലെന്നറിയാമോ, അച്ഛനും അമ്മയും ഇല്ല, ഞാൻ 1 ലൈനേ കേൾക്കാറുള്ളൂ. നിങ്ങൾ രണ്ടും ആ കാര്യത്തിൽ ഒരേ വൈബാണ് അല്ലേ? എന്ത് വെച്ചിട്ട് 1 ലൈൻ കേട്ടോണ്ട് നമ്മുടെ അഭിനയത്തിൽ എന്തെങ്കിലും മോശം സംഭവിച്ചോ? ഇല്ല, പ്രതീക്ഷ. അതെ, പ്രതീക്ഷയല്ല മോളെ. എനിക്ക് എന്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല, പക്ഷെ ചേട്ടനെ. അപ്പൊ ഏതായാലും കല്യാണമരം എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ദേവുന് ടെൻഷൻ ഉണ്ടോ? നമ്മളിപ്പം മൂവിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ടത് എനിക്ക് തോന്നുന്നില്ല. അത് ഇറങ്ങുന്നതിന് മുമ്പ് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടെന്ന്. കാരണം നമ്മൾ ആ സമയത്ത് എക്സൈറ്റഡ് ആയിരിക്കും. കാരണം നമ്മൾ ചെയ്തൊരു വർക്ക്, നമ്മൾ എൻജോയ് ചെയ്തൊരു വർക്ക് ബാക്കിയുള്ളവരിലേക്ക് നമ്മൾ പ്രസന്റ് ചെയ്യണം. അപ്പം അതിന് പേടി വേണം എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കഴിഞ്ഞിട്ട് അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതിന് മാത്രമാണ് ഇത്തിരി നമ്മൾ ഭയപ്പെടേണ്ടത്. ഓ മൈ ഗോഡ്, മനസ്സിലായോ എന്ന് ചോദിച്ചാൽ മനസ്സിലായി. അതുപോലും മനസ്സിലാക്കാൻ പറ്റിയില്ല. ഞാനൊരു കാര്യം പറയട്ടെ. അത് മനസ്സിലായില്ല. അതല്ല, ഞാൻ ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് ഇതുവരെ എന്നെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത് ഞാൻ തിരുത്തി പറയണോ? ഇല്ല, ഞാനൊന്ന് സത്യസന്ധമായിട്ട് എന്നെ കുറിച്ച് ഞാൻ 2 വാക്ക് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഇന്റർവ്യൂ അവസാനിപ്പിക്കും. സത്യസന്ധമായിട്ട്, നോട്ട് ദ പോയിന്റ്. ഇത് കണ്ടോ മോളെ, ഒരു സിനിമയുടെ ഇന്റർവ്യൂവിന് വന്നിട്ട് അതിന്റെ അവസാനം അവളെ പറ്റി ഞാൻ 2 വാക്ക് സത്യസന്ധമായി പറയണമെന്ന് പറയുന്നത് എന്തൊരു ഐറണിയാണല്ലോ. ഐറണി മീൻസ്, ഐറണി ഈസ് you have come here to promote a film, and she is asking me to tell 2 good words about her. Yeah, please tell me those 2 good words about me. എന്തെങ്കിലും പറഞ്ഞു ഒഴിവാക്ക. എനിക്ക് വേണ്ടി ദേവനന്ദ മനസ്സ് തുറന്ന നിന്നെ പറ്റി ജെനുവിനായിട്ട് വീണ എന്ന് പറഞ്ഞ ഒരാളെ ചുരുക്കം കുറച്ചധികം പരിചയമില്ല. എന്റെ അടുത്ത് ചേച്ചി ചോദിച്ചില്ല, ചേട്ടന്റെ അടുത്തല്ലേ ചോദിച്ചത്. ഇന്റർവ്യൂ ഇറങ്ങിയിട്ട് നോക്കും, ചേട്ടൻ പറഞ്ഞല്ലേ ഇന്റർവ്യൂ ഉണ്ടോ, കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ നിനക്ക് മനസ്സിലാവും അവളുടെ ബിസിനസ് മൈൻഡിനെ കുറിച്ച്. ഇനി അതിന് ഇതൊന്നും വൈൻഡപ്പ് ചെയ്യണതിന് മുൻപ് എന്നെ കുറിച്ച് 2 വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? എന്തോ യു ആർ വെരി 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 മെച്ചുവേർഡ് പേഴ്സൺ.
യു ഹാവ് എ വെരി ഗുഡ് ഹാർട്ട്. യാ വെരി ട്രൂ. 2 എണ്ണം പോരെ. നല്ല പക്വതയുള്ള കുട്ടി, നല്ല മനസ്സിനുടമ. അതെ, ഇത് ഈ പറഞ്ഞൊക്കെ നമ്മുടെ സൗഹൃദത്തിന്റെ പുറത്താന്നും കൂടെ പറ, ഇല്ലെങ്കിൽ എല്ലാവരും കൂടെ എന്നെ എടുത്തിട്ട് എയറിലാക്കും ചേട്ടാ. അതൊക്കെ നീ കട്ട് ചെയ്ത് കളയില്ലേ വീണ? ഇല്ല, ഇതൊക്കെ പറഞ്ഞ് നിങ്ങളോടുള്ള സൗഹൃദത്തിന്റെ പുറത്താ. ദയവെന്ന് എന്തൊക്കെയും ഈ ഇന്റർവ്യൂവിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം നമുക്ക്. നല്ല ഇന്റർവ്യൂ ആയിരുന്നു. കാരണം ചേച്ചിയുടെ കൂടെയും അവസാനം എന്താ പറയണ അറിയാമോ? ഈ ഇന്റർവ്യൂ എല്ലാരും കാണണം. അടുത്ത മാർച്ച് 17 ഇറങ്ങുകയാണ്. എത്രയാ ഡേറ്റും പറഞ്ഞിട്ട് ഇത് നമ്മുടെ സിനിമയെ പ്രൊമോട്ട് ചെയ്യാനല്ലേ വന്ന? അവളുടെ ഇന്റർവ്യൂവിനെ പ്രൊമോട്ട് ചെയ്യാനാണോ? എന്തൊരു ടെസ്റ്റ് മാനിപ്പുലേറ്റ് ചെയ്ത് നോക്കാള്. ഭയങ്കര ഫൺ ഇന്റർവ്യൂ ആയിരുന്നു. ഒത്തിരി ചിരിക്കാൻ പറ്റിയില്ല. അതെ, കൊച്ചിന് നെഞ്ചു വേദന ഉണ്ടായിട്ട് പോലെ കുട്ടി ചിരിച്ചു. അല്ലെ, ഒരു പടത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വന്നിട്ട് എന്നെ പറ്റി 2 വാക്ക് പറയൂ, ഈ ഇന്റർവ്യൂവിനെ പറ്റി 2 വാക്ക് പറയൂ. കല്യാണമരത്തിന്റെ ഇന്റർവ്യൂ വന്നു, പക്ഷെ നമ്മള് കല്യാണമരത്തിനെ കുറിച്ച് കല്യാണമരത്തെ കുറിച്ച് 2 വാക്ക് ഞാൻ പറയാം. മോനെ എന്നെ കുറിച്ച് ആദ്യം വാക്ക് പറഞ്ഞു. അങ്ങനെയാണോ? കല്യാണമരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവർ 2 പേരും അഭിനയിക്കുന്ന വളരെ നല്ലൊരു സിനിമയാകാനാണ് സാധ്യത. തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണണം. അതിനുശേഷം OTT വന്ന അപ്പൊ അയ്യോ നല്ല സിനിമയായിരുന്നല്ലോ, തിയേറ്ററിൽ പോയല്ലോ എന്ന്, തിയേറ്ററിൽ പോവാതിരുന്നല്ലോ എന്ന് ആലോചിക്കരുത്. തിയേറ്ററിൽ തന്നെ പോയി കാണണം. മാർച്ച് 27. എന്നോട് പറഞ്ഞില്ലടാ. അതിന് എന്നെ കുറിച്ച് 2 വാക്ക് പറ. ഒന്നും പറയണ്ട, കഴിഞ്ഞ ഇന്റർവ്യൂ. ഇല്ല കൊച്ചു പറയും, ഞാൻ നിർത്തുവാ. എന്താ നല്ല ഇന്റർവ്യൂ ആയിരുന്നല്ലേ? മോന് വിഷമൊന്നുമില്ലല്ലോ? നെഞ്ചുവേദനയൊക്കെ ഇത്തിരി കുറഞ്ഞല്ലേ? നല്ല ഫൺ ഇന്റർവ്യൂ ആയിരുന്നു. ഇതുപോലത്തെ തന്നെ ഒരു ഫൺ മൂവിയാണ് കല്യാണമരം. 27 എല്ലാവർക്കും പറ്റിയൊരു അപ്ഡേറ്റ് ആണ് വിശ്വസിക്കുന്നു. കാരണം എക്സാംസ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് റിലാക്സ് ചെയ്യാൻ പോയി എൻജോയ് ചെയ്യുന്നതാണ്. ഈ ഇന്റർവ്യൂവിനെ പോലെ തന്നെ ഭയങ്കര ഫണ്ണാണ്. ഇതുപോലെ തന്നെ ഒത്തിരി നിങ്ങളുടെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേര് ഉണ്ട് ഈ മൂവിയിൽ. വരണം, കാണണം, സപ്പോർട്ട് ചെയ്യണം. അതെ, ഇന്റർവ്യൂ എനിക്ക് ഫണ്ണല്ലായിരുന്നു. ഞാൻ ടോക്സിക് എന്നൊക്കെയാ വിളിച്ചത്. അതൊക്കെ നീ കട്ടിയില്ലേ? ടോക്സിക്കിന്റെ പടത്തിന് പ്രൊമോഷൻ കൊടുക്കും ആ വാക്ക് വെച്ചിട്ട്. ടോക്സിക്. അതെ. അപ്പൊ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ബോത്ത് ഓഫ് യു. സിനിമ അടിപൊളിയാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. 15 വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. നീതൂസ് സ്റ്റഡി അബ്രോഡ്.